ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ. പാലക്കാട് BJP നേതൃത്വം ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നു എന്ന വാർത്ത വന്നത് മുതൽ തന്നെ BJPക്കുള്ളിൽ നിന്ന് ഭിന്ന സ്വരം ഉയർന്നിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലരും അഭിപ്രായ വ്യത്യാസം പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചുമരെഴുത്ത് ഉദ്ഘാടനം ചെയ്യാൻ ശോഭ എത്തിയപ്പോൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാതെ തുടക്കത്തിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും വിട്ടുനിന്നു. RSS ഇടപെട്ട് പ്രശാന്തിനെ അനുനയിപ്പിച്ചുവെങ്കിലും വോട്ട് ചോർച്ചയുണ്ടാകുമോ എന്ന ഭയത്തിലാണ് ശോഭാപക്ഷം. പാലക്കാട് ശോഭയുടെ എൻട്രി പാളിയോ എന്നാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് നമുക്കിപ്പം തത്സമയം ചേർന്നു പാലക്കാട് നിന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തീപ്പൊരി നേതാവ്, മുതിർന്ന വനിതാ നേതാവ് എന്നതിനൊക്കെയും അപ്പുറം ഒരു ക്രൗഡ് പുള്ളർ കൂടിയാണ്. എവിടെ ഇത്രയും കാലം എവിടെയൊക്കെ നിന്ന് മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും BJPക്ക് വേണ്ടി വോട്ടുയർത്തിയ അവരുടെ ഈ പെൺശബ്ദവും വനിതാ നേതാവും ഒക്കെയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പം അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ BJP A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന പാലക്കാട്ടേക്ക് എത്തുമ്പോൾ നിശ്ചയമായും അവരൊരു വിജയം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വരുന്നു, അവിടെ ചുമരെഴുത്തൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടത് അവിടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മാറി നിൽക്കുന്നതും പിന്നീട് അദ്ദേഹത്തെ ഈ അനുനയിപ്പിച്ച് കൊണ്ടുവന്ന് വരുന്നതും പിന്നെ ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ താൻ ഷോൾ അണിയിക്കുമെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളും തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള പ്രശാന്ത് ശിവന്റെ വാക്കുകളും ഒക്കെയാണ് നമ്മൾ കേട്ടത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുകയാണ്, A ക്ലാസ് മണ്ഡലമായി BJP കണക്കാക്കുന്ന പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ഒരു വിജയം പ്രതീക്ഷിക്കുകയായിരുന്നു BJP. പക്ഷേ തന്ത്രം കുറച്ചു പാളിയോ എന്നൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു സച്ചിൻ? സേതു, ഗുഡ് മോർണിംഗ്. പ്രധാനമായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം കൂടിയാണ്. എന്നാൽ പോലും BJPക്കുള്ളിലെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസവും അതേപോലെ തന്നെ തമ്മിലടിയും ഇന്നലെ പരസ്യമായി പുറത്തേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പാലക്കാട് ജില്ലയിൽ പ്രധാനമായും പരിഗണിച്ചിരുന്നത് പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനെയാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് വരുന്നത്. നിലവിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 2016 ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കുന്നത്. ആ സമയത്താണ് വലിയ രീതിയിലുള്ള മികച്ച മുന്നേറ്റം BJPക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. പ്രധാനമായും 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പാലക്കാട് മണ്ഡലത്തിൽ BJP എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. 40,000-ത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനുശേഷം പാലക്കാട് മണ്ഡലം BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറുന്നു. 2021 മെട്രോമാൻ E ശ്രീധരൻ പാലക്കാട് മത്സരിക്കുന്നു. അപ്പോൾ 50,000-ത്തിലധികം വോട്ടാണ് മെട്രോമാൻ പാലക്കാട് മണ്ഡലത്തിൽ നേടിയത്. അപ്പോഴും BJP തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്തേക്ക് CPIM LDF മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിച്ചപ്പോൾ വോട്ട് വിഹിതം ഉയർത്തുന്ന ഒരു വ്യക്തിയായി, ഒരു ക്രൗഡ് പുള്ളറായി ശോഭാ സുരേന്ദ്രൻ BJPയിൽ മാറിയിരുന്നു. ഈ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPയിലെ 7-8 നിയമസഭാ മണ്ഡലങ്ങളിലടക്കം ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് ഉയർന്നു വന്നത്. എന്നാൽ പോലും അവസാന ഘട്ടത്തിലാണ് ദേശീയ നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രനെ പാലക്കാടേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും ശോഭയിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും BJP കണക്കുകൂട്ടുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി BJP ചൂണ്ടിക്കാണിക്കുന്നത് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ത്രീ വിഷയങ്ങളുടെ പരാതികളും കേസുകളും ഉയർന്നു വന്നതിനാൽ തന്നെ പാലക്കാട് MLA നിലവിൽ മണ്ഡലത്തിലില്ല. അതിനാൽ തന്നെ ആ പ്രചാരണം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന കണക്കുകൂട്ടലിലായിരുന്നു ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉള്ളത്. എന്നാൽ അതിനെയൊക്കെ പാടെ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തിയപ്പോൾ യാതൊരുവിധ പരിപാടികളിലും പങ്കെടുത്തില്ല. RSS നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചുമരെഴുത്തിനടക്കം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രശാന്ത് ശിവൻ എത്തുന്നത്. അത് 15 മിനിറ്റോളം വൈകിട്ടാണ് പ്രശാന്ത് ശിവൻ എത്തുന്നത്. എന്നാൽ പോലും പരസ്യമായി അത് ഈ പറഞ്ഞതുപോലെ ശോഭ എത്തി, പക്ഷേ എങ്കിലും ആ ശോഭയായി തന്നെ പാലക്കാട് നിലനിൽക്കുമോ അതോ ആ ശോഭ പാലക്കാട്ടെ BJPക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ കാരണം കെടുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസം ഇപ്പൊ തുടക്കമായിട്ടല്ലേ ഉള്ളൂ അല്ലെ?